ചില ആളുകളോട് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ സദഖ ചെയ്യാൻ പറഞ്ഞാൽ അവർക്കൊന്ന് ആലോചിക്കണം, പിന്നെ അത് കഴിഞ്ഞ് വേറെ വീട്ടിലൊന്ന് ആലോചിക്കണം, അത് കഴിഞ്ഞ് കൂട്ടുകാരോട് ആലോചിക്കണം, അവസാനം ആ സദഖയുടെ അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടാവും. നന്മയുടെ ഒരു അവസരത്തെക്കുറിച്ച് പറഞ്ഞാൽ ഒരുപാട് ആലോചനയാണ്. ദുനിയാവിൻ്റെ കാര്യം അപ്പോൾ തന്നെ കാർഡ് എടുക്കുന്നു, ATM കാർഡ് എടുക്കുന്നു, ആ കാർഡ് എടുക്കുന്നു, ഈ കാർഡ് എടുക്കുന്നു, കണ്ട മാത്രയിൽ ഇഷ്ടപ്പെട്ടു വാങ്ങി ലക്ഷങ്ങൾ വിലമതിക്കുന്നതായിരിക്കും, ഒരു പ്രയാസമില്ല. എന്നാൽ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ ഒരു 10 ദിർഹംസ്, ഒരു 100 ദിർഹംസ് ചെലവഴിക്കാൻ പറഞ്ഞാൽ ഒരുപാട് ആലോചിക്കുകയാണ്. എന്തോ ഭാരമേറിയ ഒരു കാര്യമാണ് ചോദിച്ചത് എന്നതുപോലെ. ഇമ്രാനിലെ 114 വിശ്വാസികളുടെ ഗുണം പറയുന്നിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വയഅ്മുറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുൻകർ. അവർ അള്ളാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നു, നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുന്നു. വയുസാരിഊന ഫിൽ ഖൈറാത്ത്, പുണ്യങ്ങളിൽ മത്സരിച്ച് മുന്നേറുന്നു എന്നാണ്. മുസാറഅത്ത് എന്ന് പറഞ്ഞാൽ ധൃതി വെക്കലാണ്, തിരക്ക് കൂട്ടലാണ്. അങ്ങനെയായിരുന്നു അവർ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തുൽ ഹദീദ് 21, സാബിഖൂ, നിങ്ങൾ മത്സരിക്കൂ, ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, നിങ്ങളുടെ റബ്ബിൻ്റെ പാപമോചനത്തിനു വേണ്ടിയും ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗത്തിലേക്ക് നിങ്ങൾ മത്സരിക്കാനാണ് പറയുന്നത്. അഥവാ മറ്റൊരാൾ എൻ്റെ മുന്നിൽ കടക്കുന്നതിനെ ഇഷ്ടപ്പെടാതിരിക്കലാണല്ലോ മുസാബക്കയുടെ ഒരു പ്രത്യേകത. 5 കുട്ടികൾ ഓട്ട മത്സരത്തിൽ പങ്കെടുത്ത ഓരോ കുട്ടി എന്താ വിചാരിക്കുക? എൻ്റെ മുന്നിൽ ആരും കടക്കരുത്, അവർ നന്നായി ഓടിക്കോട്ടെ, പക്ഷേ എൻ്റെ മുന്നിൽ ആരും കടക്കരുത്. ഇതാണ് ഓരോ കുട്ടിയും ചിന്തിക്കേണ്ടത്. ഇതിനാണ് മുസാബക്ക എന്ന് പറയുക, ഇതിനാണ് മത്സരം എന്ന് പറയുക. ഞാൻ ആദ്യമാവണമെന്ന് ചിന്തിക്കലാണ്, ഞാൻ അവസാനക്കാരനാവണമെന്ന് ചിന്തിക്കൽ മുസാബക്കയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾ മത്സരിക്കുക. എന്തിനു വേണ്ടി? ചെറിയൊരു ട്രോഫി, കഴുത്തിലെന്തെന്ന് ഇടുക, അതല്ലെങ്കിൽ ഒരു ഗ്ലാസ്, ഒരു സോപ്പ് വെട്ടി, അതിനൊക്കെ നമ്മൾ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അല്ലാഹു പറയാണ്, മത്സരിക്കുകയാണെങ്കിൽ മത്സരിക്കേണ്ടത് ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ എന്ന് പറഞ്ഞില്ലേ? പ്രവർത്തിക്കുന്നവർ ഇതിനു വേണ്ടി പ്രവർത്തിക്കട്ടെ. ഫൽയതനാഫസിൽ മുതനാഫിസുൻ, മത്സരിക്കുന്നവർ ഈ സ്വർഗത്തിന് വേണ്ടി മത്സരിക്കട്ടെ. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ കഅർദിസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളുടെ വിശാലതയുള്ള സ്വർഗലോകത്തിന് വേണ്ടി മത്സരിക്കാനാണ് പറയുന്നത്. അവിടെ എത്താൻ എന്ത് വില കൊടുത്തും നിങ്ങൾ ധൃതിപ്പെടൂ എന്നാണ് പറയുന്നത്.